ഇസ്രയേൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 30 ബുധനാഴ്ച ജെറുസലേമിൽ ആളിപ്പടർന്ന കാട്ടുതീ ഇസ്രായേൽ മലനിരകളെ ചാരമാക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കാം, എന്താണ് ജെറുസലേമിലെ കാട്ടുതീ പടരാനുള്ള കാരണങ്ങൾ, എന്തൊക്കെ നാശനഷ്ടങ്ങളാണ് ഈ കാട്ടുതീ ഇസ്രായേലിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. മെയ് 1, അതായത് ഇന്നലെയായിരുന്നു ഇസ്രായേലിൻ്റെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾ തീരുമാനിച്ചിരുന്നത്. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ഇസ്രായേൽ എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാറുണ്ട്. യോമെ ഹാത്സ്മോത് എന്നാണ് അവർ സ്വാതന്ത്ര്യദിനത്തെ വിളിക്കാറുള്ളത്. ഹീബ്രു കലണ്ടർ പ്രകാരം ഈ വർഷം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കേണ്ടത് മെയ് 14-നാണ്. പക്ഷേ ഇതേ സമയത്താണ് ജൂതന്മാരുടെ സാബത്ത് ദിനവും വരുന്നത്. സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനുള്ളതാണ്, സാബത്ത് വിശ്രമിക്കാനുള്ളതും. ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 ദിനങ്ങളായതുകൊണ്ട് തന്നെ പരസ്പരം ക്ലാഷ് ആവാതിരിക്കാൻ ഡേറ്റിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാണ് മെയ് 1 യോമെ ഹാത്സ്മോത് എന്ന സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചത്. പക്ഷേ പ്രകൃതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. ജെറുസലേമിൽ ഇസ്രായേൽ ഈ അടുത്തൊന്നും കണ്ടിട്ടില്ലാത്ത വിധം കാട്ടുതീ ആളിപ്പടർന്നു. സകല സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളും നിർത്തിവെച്ചു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇസ്രായേലിൽ നിന്ന് വരുന്ന കാട്ടുതീയുടെ ഭീകര ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെറുസലേമിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള എഷ്ടോൾ, ലാട്രൂൺ മേഖലകളിലാണ് വൻ കാട്ടുതീ ആളിപ്പടർന്നത്. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിനും ജെറുസലേമിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഹൈവേ ആയ റൂട്ട് 1 പൂർണ്ണമായും അടച്ചിട്ടു. 5000 ഏക്കർ ഭൂമിയാണ് കത്തി നശിച്ചിരിക്കുന്നത്. അതിൽ 60% വനഭൂമിയാണ്. ഹൈവേയിൽ കാറുകൾ ഉപേക്ഷിച്ച് ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയത്തോടെ ഓടിപ്പോകുന്ന ഡ്രൈവർമാരുടെ ദൃശ്യങ്ങൾ കാട്ടുതീയുടെ ഭീകരമുഖം വെളിപ്പെടുത്തുന്നുണ്ട്. ജെറുസലേം നഗരത്തിന് പുറത്തുള്ള കുന്നുകളിലാണ് തീപിടുത്തം ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷമായിരുന്നു വ്യാപനത്തിന്റെ തുടക്കം. കനത്ത ചൂടും വരണ്ട കാലാവസ്ഥയും എല്ലാത്തിനും പുറമെ മണിക്കൂറിൽ 40 മുതൽ 60 വരെ മൈൽ വേഗതയിൽ വീശുന്ന ശക്തിയേറിയ കാറ്റും കൂടിയായതോടെ പൈൻ മരങ്ങൾ തിങ്ങി നിറഞ്ഞ കാടുകളിൽ നിന്നും വലിയ തീനാളങ്ങൾ പുറത്തേക്ക് വ്യാപിക്കാൻ തുടങ്ങി. ജെറുസലേമിന്റെ ആകാശം മുഴുവൻ പുകയും പൊടിപടലങ്ങളും നിറഞ്ഞ് കറുത്തു തുടങ്ങിയതോടെ ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങി. ബേത് ഷെമേഷ്, നെവേ ഇലാൻ, ഷോർഷ് എന്നിങ്ങനെ തുടങ്ങി 9-ലധികം കമ്മ്യൂണിറ്റികളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഒഴിപ്പിച്ചു. നഗരത്തിന്റെ പുറത്തായതുകൊണ്ട് തന്നെ അതിവേഗം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതോടെ ചുരുക്കം ചിലരെ പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തിച്ചു എന്നതൊഴിച്ചാൽ വലിയ ആളപായങ്ങളൊന്നും ഉണ്ടായില്ല എന്നതാണ് ആകെ കൂടെ ഇസ്രായേലിനുള്ള ആശ്വാസം. പക്ഷേ ആഘോഷിക്കാൻ വേണ്ടി കാത്തിരുന്ന ദിവസത്തിലും വിലാപമായിരുന്നു പ്രകൃതി ഇസ്രായേലിന് വിധിച്ചത്. കാലാവസ്ഥ ഉണ്ടാക്കിയ തീപിടുത്തമെന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. ഉയർന്ന താപനിലയും ശക്തമായ കാറ്റും തീപിടുത്ത സാധ്യത വർദ്ധിപ്പിക്കുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പുണ്ടായിരുന്നുവത്രേ. എന്നാൽ മെസിലത്ത് സിയോൺ മേഖലയിൽ മല കയറിക്കൊണ്ടിരിക്കുന്ന ഹൈക്കർമാരുടെ അശ്രദ്ധയാണ് കാട്ടുതീയുടെ തുടക്കമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. അതിനിടെ ഈസ്റ്റ് ജെറുസലേമിൽ നിന്നുള്ള ഒരു വ്യക്തിയെ തീയിടാൻ ശ്രമിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ മനഃപൂർവ്വം തീയിട്ടതാണോ എന്ന സംശയവും നിലവിലുണ്ട്. ഒരു പടി കൂടി കടന്ന് ഹമാസ് ആണോ തീപിടുത്തത്തിന് പിന്നിൽ എന്നതടക്കം ചർച്ചകൾ നടക്കുന്നു. 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഇസ്രായേലിൽ ഇതിനു മുമ്പ് തീപിടുത്തമുണ്ടാകുന്നത്. മൗണ്ട് കാർമൽ പർവ്വതത്തിൽ അന്നുണ്ടായ തീപിടുത്തത്തിൽ 44 പേർ മരണപ്പെട്ടിരുന്നു. 5 ദിവസങ്ങൾക്ക് ശേഷമാണ് തീ നിയന്ത്രിക്കാനായത്. കാർമൽ കാട്ടുതീ സംഭവത്തിന് ശേഷം പക്ഷേ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ ഇസ്രായേൽ സർക്കാർ തയ്യാറായിരുന്നില്ല. അതാണ് ജെറുസലേം കാട്ടുതീ തെളിയിക്കുന്നത്. ഗവൺമെന്റിനോട് പല തവണ കാട്ടുതീ തടയാനുള്ള പഠനങ്ങൾക്കായി കമ്മീഷനെ നിയമിക്കാൻ ആവശ്യപ്പെട്ടതാണ്. നെതന്യാഹു തടസ്സം നിന്നതോടെ അങ്ങനെയൊരു ഉദ്യമം തന്നെ ഇസ്രായേലിൽ നടന്നില്ല. ഒടുവിൽ ഒരു കാട്ടുതീ കൂടി വന്നതോടെ രാജ്യത്ത് നെതന്യാഹുവിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടി വന്നു. സ്വാതന്ത്ര്യദിനത്തിന് സുരക്ഷ നിൽക്കേണ്ട സൈന്യമടക്കം അഗ്നിരക്ഷാ സേനയോടൊപ്പം തീയണക്കാൻ വേണ്ടി ഓടി നടക്കുകയായിരുന്നു. ഇസ്രായേലിലെ ഫയർ ആൻഡ് റെസ്ക്യൂ അതോറിറ്റിയിൽ ആവശ്യമായ സൗകര്യങ്ങളും മാൻ പവറും ഇല്ലെന്ന ആരോപണം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. 12 എയർക്രാഫ്റ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് തീ നിയന്ത്രിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ലോകരാജ്യങ്ങളോട് സഹായം ചോദിച്ചിട്ടുണ്ട് നെതന്യാഹു. ഇറ്റലിയും ക്രൊയേഷ്യയും 3 ഫയർ ഫൈറ്റിംഗ് വിമാനങ്ങളടക്കം ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ട്. ഗ്രീസും സൈപ്രസും ബൾഗേറിയയും എല്ലാവരും സഹായിച്ചു. മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ കാട്ടുതീ ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമായിട്ടുമുണ്ട്. ഹൈവേകൾ തുറന്നിരിക്കുന്നു. ഫലസ്തീനാണ് തീ പടർത്തിയതിന് പിന്നിലെന്ന് ആരോപിക്കുന്നുണ്ട് നെതന്യാഹു. എന്നാൽ ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പോലും പറയുന്നത് ഇത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രശ്നമാണെന്നാണ്. 2025 തുടക്കത്തിൽ കാലിഫോർണിയയിൽ പടർന്ന കാട്ടുതീ
ലോകം കണ്ടതാണ്. ഇപ്പോൾ ഇസ്രായേലിനെയും കാട്ടുതീ വിഴുങ്ങിയിരിക്കുന്നു. സാങ്കേതികമായി വമ്പൻ മുന്നേറ്റങ്ങൾ നടത്തുന്ന രാജ്യമാണ് ഇസ്രായേൽ എന്നാണ് വെപ്പ്. റഡാറുകൾ കട്ട് ചെയ്തു പോകുന്ന സ്റ്റെൽത്ത് വിമാനങ്ങളടക്കം അമേരിക്കക്ക് പോലും കൈമാറിയ നൽകിയത് ഇസ്രായേലാണ്. എല്ലാവിധ നിരീക്ഷണ സംവിധാനങ്ങളും ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന രാജ്യം പക്ഷേ ഒരു കാട്ടുതീ വന്നപ്പോഴേക്കും ഗത്യന്തരമില്ലാതെ മറ്റു രാജ്യങ്ങളോട് സഹായം തേടുകയാണ്. വൻ രാഷ്ട്രങ്ങൾ എന്ന് അവകാശപ്പെടുന്നവർക്ക് പോലും പ്രകൃതി ദുരന്തങ്ങളിൽ അടിതെറ്റുന്ന കാഴ്ച ലോകത്തിൻ്റെ കണ്ണ് തുറപ്പിക്കുകയാണ്.